Hello and welcome to another video. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഈ ഒരു റിംഗ് ലൈറ്റാണ്. ഞാനിവിടെ സാധാരണ യൂട്യൂബ് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ വേറെ ഫിലിമിൻ്റെ സാധാരണ ട്യൂബിൻ്റെ ലൈറ്റ് വെച്ചാണ് സിംബെക്സിൻ്റെ സ്റ്റാൻഡിൽ. പക്ഷേ ഈ റിംഗ് ലൈറ്റ് യൂട്യൂബേഴ്സിൻ്റെ ഇടയിലും അതുപോലെ ടിക്ടോക്ക് ചെയ്യുന്നവരുടെ ഇടയിലും കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ഭയങ്കര പോപ്പുലറാണ്. അപ്പോൾ ഇതിന് കുറച്ച് അതിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഏതായാലും ഒരു റിംഗ് ലൈറ്റ് വാങ്ങിച്ച് അതിൻ്റെ ഓൾറെഡി ഉള്ള സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വാങ്ങിയ സ്ഥിതിക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനത് എറണാകുളത്ത് നിന്നാണ് വാങ്ങിച്ചത്, RX എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ. അധികം സ്ഥലങ്ങളൊന്നും കയറി ഇറങ്ങി നടന്ന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ഒന്നും നോക്കിയില്ല. ആദ്യത്തെ ഷോപ്പിൽ കയറി കിട്ടുന്നത് വാങ്ങി എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഏകദേശം ഒരു 1200 രൂപയാണ് ഞാൻ സ്പെൻഡ് ചെയ്തത് 12 ഇഞ്ചിൻ്റെ ഒരു റിംഗ് ലൈറ്റിന് വിത്ത് മൊബൈൽ ഹോൾഡർ, സ്റ്റാൻഡ് ഇല്ലാതെ. ഇതിൻ്റെ തന്നെ കുറച്ച് ഇന്ത്യൻ ബ്രാൻഡ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ബേസിക്കലി അതെല്ലാം ചൈനീസ് ഇമ്പോർട്ടഡ് റീബ്രാൻഡ് ചെയ്ത് വന്നേക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇന്ത്യൻ ബ്രാൻഡും വാറണ്ടിയും നോക്കില്ല. ഇതിന് 6 months വാറണ്ടി ഉണ്ട്. പക്ഷേ ആ ബില്ല് കാണിച്ച 6 months വാറണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇതിൽ നോക്കിയാൽ തന്നെ ഇതിൽ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും എഴുതിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് അല്ലെങ്കിൽ സ്പെക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് സോഫ്റ്റ് ലൈറ്റ്, ടെക് ഫ്ലിക്കർ ഫ്രീ, UV ഫ്രീ, നാച്ചുറൽ ലൈറ്റ്, നോ ഗോസ്റ്റിംഗ്, നോ ഗ്ലെയർ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇതിനോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൈനീസിൽ എഴുതിയിട്ടില്ലെങ്കിലും കാണുന്ന ഫോട്ടോ മുഴുവൻ ചൈനക്കാരുടെയാണ്. പിന്നെ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇത് അൺബോക്സ് ചെയ്യാം. സീൽഡ് പാക്കൊന്നും ഇല്ല, കൈവച്ച് വേറെ തുറന്നു വെച്ചാൽ മാത്രം മതി. ഞാനിതായാലും ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇതെടുത്ത് അങ്ങോട്ട് മാറ്റിയേക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ബേസിക്കലി റിംഗ് ലൈറ്റ് വരുന്നത് 12. പിന്നെ ഇത് കുറച്ച് ഇത്രയും 1200 റുപ്പീസ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴത്തെ ഈ ഒരു ബോളിൻ്റെ സംഭവമുണ്ട്. പിന്നെ ഇത് ബോളിൻ്റെ വെച്ചാൽ ഇത് നമുക്ക് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്താൽ പലതരത്തിലുള്ള ആംഗിളിൽ ചെയ്യാൻ പറ്റും, ഇത് ടൈറ്റ് ചെയ്തിട്ട്. പിന്നെ ഇതിൻ്റെ മൊബൈൽ ഹോൾഡറും അത്യാവശ്യം നല്ല മെറ്റലിൻ്റെ മൊബൈൽ ഹോൾഡറാണ് വന്നിരിക്കുന്നത്. മെറ്റലിൻ്റെ ഈ സ്റ്റാൻഡും ഇതിൻ്റെ അറ്റത്ത് പ്ലാസ്റ്റിക്കും. പിന്നെ ഇത് നമുക്കിങ്ങനെ സ്ക്രൂ ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഓൾറെഡി എന്തെങ്കിലും ട്രൈപോഡോ അല്ലെങ്കിൽ വേറെ ഇതുപോലത്തെ സ്റ്റാൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ സെപ്പറേറ്റ് ആയിട്ട് മൊബൈൽ ഹോൾഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. പവർ ചെയ്യുന്നത് ബേസിക്കലി USB എന്നാണ്. അപ്പോൾ 5 volt ആയിരിക്കും പവർ. ഞാനിതെൻ്റെ ഡയറക്റ്റ്ലി ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഇത് ഓണാവും. പിന്നെ പ്രസ് ചെയ്ത് ഓഫ് ആവും. പിന്നെ ഇതിൻ്റെ അകത്ത് മോഡ്സ് ഉണ്ട്. എന്നും പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട് ഇതിൻ്റെ അത് ചേർത്ത്. അത് മാറ്റിയ വാം, ഇതിപ്പോൾ കുറച്ചും കൂടി കൂൾ ലൈറ്റായി. പിന്നെ ഇപ്പോൾ വാം ലൈറ്റായി. ഇതിപ്പോൾ ഒരു രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു വാം കൂളും അല്ലാത്തൊരു ലൈറ്റായി. പിന്നെ ഇതിൽ ബ്രൈറ്റ്നസ് കൂട്ടാനും ഇപ്പോൾ കുറഞ്ഞു, ബ്രൈറ്റ്നസ് കുറയ്ക്കാനും ബ്രൈറ്റ്നസ് കൂടാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇത് LED ലൈറ്റുള്ളത്. ഇനി ഞാനിത് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഇത് പല പ്രൈസസിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ചീപ്പസ്റ്റ് വൺ അവൈലബിൾ 900 റുപ്പീസ് ഇൻക്ലൂഡിങ് സ്റ്റാൻഡുള്ള ഒരു ഓപ്ഷൻ കണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു 12 ഇഞ്ചല്ല 9 ഇഞ്ചാണെന്ന് തോന്നുന്നു. അതിന് ഇത്രയും ക്വാളിറ്റി ഉള്ളതായിട്ടുണ്ടല്ല. പിന്നെ ഇതൊന്നും റിമൂവബിൾ അല്ല, എല്ലാം ഫിക്സ്ഡ് ആണ്. പിന്നെ കുറച്ച് ഫ്ലിംസി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആയിട്ട് തോന്നി. ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി എല്ലാം നല്ലതാണ്. അതുകൊണ്ട് ചീപ്പർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൂടാതെ 900 ഇത് 1200 ആണെങ്കിൽ അറൗണ്ട് 2500 10,000 ഒക്കെ റിംഗ് ലൈറ്റ്സ് അവൈലബിൾ ആണ് പ്രൊഫഷണൽ ലെവലിൽ ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ലൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ എൻ്റെ ലൈറ്റ് കുറച്ച് മുഖത്തടിക്കുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു സ്പോട്ട് ലൈറ്റായിട്ടോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാത്ത രീതിയിൽ ഇതെനിക്ക് വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഞാനതിൽ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ റിംഗ് ലൈറ്റ് ഞാൻ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത് ആ ബോൾ വെച്ച് ഇവിടെ ഒരു ബോൾ ബെയറിങ് പോലെയാണ്, ബോളിൻ്റെ ഒരു അഡ്ജസ്റ്റിംഗ് സെറ്റപ്പ് ഉണ്ട്. അതിനനുസരിച്ച് പൊസിഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മുഖത്ത് ഒരു സോഫ്റ്റ് ബോക്സ് ഇല്ലാതെ തന്നെ അത്യാവശ്യം ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് കിട്ടാനായിട്ട്, അങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഈ റിംഗ് ലൈറ്റ് നല്ലതാണ്. ഇനി അടുത്ത വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ മേ ബി അത് ഏതെങ്കിലും പൊസിഷനിൽ ഞാൻ വെച്ചിട്ട് ഇത് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇതായിരുന്നു ഇതിൻ്റെ അൺബോക്സിങ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ വിത്തിൻ 24 hours റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.